അർജുനുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ലോറി ഉടമയായ മനാഫ് അർജുൻ്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു. അർജുനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അർജുൻ്റെ അളിയൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിരുന്നു. അർജുൻ്റെ അളിയൻ മാത്രമല്ല, അർജുൻ്റെ കുടുംബം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ പിന്നീട് വലിയൊരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വലിയൊരു ചർച്ച തന്നെയാണ്. ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഖിൽ മാരാർ. നമുക്കറിയാം, വലിയ വലിയ വിഷയങ്ങളിലൊക്കെ സധൈര്യം വന്ന് പ്രതികരിക്കുന്ന ഒരാളാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോഴും ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് അറിയാത്ത, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. നമുക്കതിന് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്തായാലും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ആൾക്കാർ രംഗത്ത് വരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം, ശിരൂരിലെ ആ മഴയും ആ കാറ്റും ആ പ്രകൃതിയുടെ വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലൊക്കെ അവിടെ നിന്ന് അർജുന് വേണ്ടി എൻ്റെ ലോറി പോയാലും പ്രശ്നമില്ല, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അർജുൻ മതി എന്ന് പറഞ്ഞ് 72 ദിവസത്തോളം ശിരൂരിലെ ഗംഗാവലി പുഴയ്ക്ക് സമീപം നിന്ന മനാഫിനെ ആണ് പലരും സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അഖിൽ മാരാരും മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് രംഗത്ത് വന്നതും. അർജുൻ്റെ അളിയൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം 10,000 സബ്സ്ക്രൈബേഴ്സിൽ നിന്നും ഏകദേശം 2.5 ലക്ഷത്തിന് മുകളിലേക്ക് നമ്മുടെ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്നത്. എന്തായാലും അഖിൽ മാരാർ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. മനാഫിനെതിരെ ഒട്ടേറെ പോസ്റ്റുകൾ കണ്ടു, പക്ഷേ ഒരാൾ പോലും അയാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല. ചുരുക്കത്തിൽ കേരളം ഒരു ഭ്രാന്താലയം ആണെന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ ഒരാളുടെ പേരും മതവും നോക്കി പ്രതികരണങ്ങൾ വരുന്നത് അപകടകരമാണെന്നും അഖിൽ മാരാർ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അഖിൽ മാരാർ പറഞ്ഞു, ശരിയും തെറ്റും ചർച്ച ചെയ്യാം. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാപരാധമായി കാണാൻ എനിക്ക് കഴിയില്ല. മറിച്ച് വേണ്ടപ്പെട്ടവരുടെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യന് ഉള്ള നാട്ടിൽ 72 ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമല്ല എന്നും അഖിൽ മാരാർ പറയുന്നു. മനാഫിന് ലഭിച്ച പ്രശസ്തി അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല, അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി ലഭിച്ചതാണെന്നും അഖിൽ മാരാർ പറയുന്നു. ഇനി അർജുനെ വിറ്റ് കാശാക്കിയവരെ എതിർക്കണം എന്നതാണ് ആഗ്രഹം എങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുക എന്നും അഖിൽ മാരാർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മനാഫിനെതിരെ നിരവധി പോസ്റ്റുകൾ ഞാൻ കണ്ടു, പക്ഷേ ഒരാൾ പോലും അയാൾ ചെയ്തത് തെറ്റ് എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല. ചുരുക്കത്തിൽ കേരളം ഒരു ഭ്രാന്താലയം ആണെന്ന് ലോകത്തോട് ഉറപ്പിക്കാൻ ഒരാളുടെ പേരും മതവും നോക്കി അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ വരുന്നത് അപകടകരമായ കാഴ്ചയാണെന്നും അഖിൽ മാരാർ ഈ വിഷയത്തിൽ പറഞ്ഞു. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഈ വിഷയത്തിൽ നടക്കുന്നത്, ഇനി എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും മറ്റു വാർത്തകളുമായി നമുക്ക് അടുത്ത സമയം കാണാം.